നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജ്. കണ്ണൂർ ജില്ലാ കളക്ടർ പരിശീലന പദ്ധതിയുടെ ഭാഗമായി ദില്ലിയിലേക്ക് പുറപ്പെടുന്നതിന് ഒരു ദിവസം മുൻപ് അദ്ദേഹം അർദ്ധരാത്രിയിൽ 12 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഒരു അവധി പ്രഖ്യാപനമൊക്കെ നടത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായിരുന്നു. ഇന്ന് കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മഞ്ജുഷയുടെ ആ ഹർജിയിൽ വിശദമായ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. വിശദമായ വാദം കേട്ടതിന് ശേഷം കോടതി TV പ്രശാന്തനും കളക്ടർക്കും നോട്ടീസ് അയക്കാൻ ഉത്തരവിടുകയായിരുന്നു. തെളിവുകൾ സംരക്ഷിക്കാൻ കോടതി ഇടപെടണമെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിക്ക് മുൻപാകെ ഹർജി നൽകിയത്. നിരവധി തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു. നവീൻ ബാബു സഞ്ചരിച്ച വഴികളിലെ CCTV ദൃശ്യങ്ങൾ, പ്രതിപട്ടികയിലേക്ക് പോലീസ് ചേർക്കാത്ത കളക്ടറുടെയും TV പ്രശാന്തിന്റെയും ഒക്കെ ഫോൺ രേഖകൾ, ആ ഫോണിലെ സുപ്രധാന വിവരങ്ങൾ, ഇതൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘം ഇക്കാര്യങ്ങളിൽ യാതൊരുവിധ ശ്രദ്ധയും ചെലുത്തുന്നില്ല. അന്വേഷണം വെറും പ്രഹസനം മാത്രമാണ്. മഞ്ജുഷയുടെ ഈ ഹർജിയിൽ വാദം കേട്ട കോടതി ഇത് സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമല്ലേ എന്ന സംശയം അവിടെ പ്രകടിപ്പിക്കുന്നു. പ്രശാന്തിന്റെയും കളക്ടറുടെയും മറുപടി കേട്ടതിന് ശേഷം വിശദമായ ഉത്തരവുണ്ടാകുമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. എങ്ങോട്ടേക്കാണ് ഈ അന്വേഷണവും മഞ്ജുഷയുടെ ഹർജിയും ഒക്കെ ചെന്നെത്തുന്നത്? ഞാൻ ആദ്യം മുതൽ തന്നെ ഈ മഞ്ജുഷ നടത്തുന്ന നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ അത് വളരെ നിർണായകമാണ് എന്നുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതിനകത്ത് പറഞ്ഞിരുന്നത്, ഈ പാർട്ടി തുടക്കത്തിൽ മഞ്ജുഷയുടെ കുടുംബത്തിന് ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. നമുക്കറിയാം, MP ഗോവിന്ദൻ അവരുടെ വീട്ടിൽ ചെന്ന് പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ പത്തനംതിട്ട പാർട്ടി എടുത്ത നിലപാടുകളൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനുശേഷം പാർട്ടി കൃത്യമായി ആ കുടുംബത്തിനെതിരായിട്ടുള്ള നിലപാടിലേക്ക് മാറി. MP ജയരാജൻ ഇടയ്ക്ക് പ്രസംഗിച്ചപ്പോൾ ഇത് കൈക്കൂലി മേടിച്ചെന്നും കൈക്കൂലി മേടിച്ചില്ലെന്നും 2 അഭിപ്രായമുണ്ട് എന്നവിടെ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയപ്പോഴത്തേക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെ അവരെ പോയി സ്വീകരിക്കാൻ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അവർക്ക് ഏതാണ്ട് ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് പുറത്തു വന്ന രീതിയിലാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള PK ശ്രീമതി അഭിപ്രായം പറഞ്ഞത്. അത് നമ്മൾ കേട്ടു. ഏറ്റവും അവസാനം മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയപ്പോൾ സർക്കാർ പോലും അതിനകത്ത് നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് അതിനിശ്ചിതമായി CBI അന്വേഷണത്തെ എതിർക്കുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടിൽ നിന്ന് CPM പരിപൂർണമായി പിൻവലിയുകയും പിന്മാറുകയും പ്രതിക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് പരസ്യമായി നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പം കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായും പാർട്ടി എടുത്തിട്ടുള്ള ഈ നിലപാട് തന്നെയാണ് സർക്കാരും ഈ കോടതിയിൽ വാദം വരുമ്പോഴത്തേക്കും എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പൊതുവിലുള്ള ധാരണ. എന്നാൽ അങ്ങനെ ഒരു നിലപാട് പാർട്ടിയും ഗവൺമെന്റും സ്വീകരിക്കുമ്പോഴും മഞ്ജുഷ എന്ന നവീൻ ബാബുവിന്റെ ഭാര്യ നിയമപരമായി എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികൾ വളരെ വളരെ നിർണായകമാണെന്നും ഇത് പ്രതികൾ ഭയപ്പെടേണ്ട ഒരു നിലപാടാണെന്നും കാലേ കൂട്ടി ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് 2 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നവംബർ 16-ാം തീയതി കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ തെളിവുകൾ പ്രിസർവ് ചെയ്യണം, സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഹർജി കൊടുത്തു. ആ സ്റ്റെപ്പ് വളരെ നിർണായകമാണ് എന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു സംഭാഷണത്തിൽ ഞാൻ പറയുകയുണ്ടായി. അതിനെ തുടർന്നിട്ടാണ് അവർ നവംബർ 26-ാം തീയതി ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി കൊടുത്തത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായി മഞ്ജുഷ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്ന് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഈ മഞ്ജുഷ നിയമപരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ കുരുക്ക് കൂടുതൽ ഈ പറഞ്ഞതുപോലെ സങ്കീർണമാകുകയാണ് പ്രതികളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളിടത്തേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ. നവംബർ 16-ാം തീയതി ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തതിൽ 3 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു.
അതായത് കളക്ടർ, പ്രശാന്തൻ, ദിവ്യയുടേത് ഇപ്പൊ തന്നെ ഉണ്ട്. അവരുടെ 3 പേരുടെയും ടെലിഫോൺ കോൾ റെക്കോർഡ്സും അതിന്റെ ടവർ ലൊക്കേഷനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള CCTV ദൃശ്യങ്ങളും പ്രിസർവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കോടതിയിൽ പോയത് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. അതിൽ തന്നെ BSNLന്റെയും വൊഡാഫോണിന്റെയും മേടിച്ച് പ്രിസർവ് ചെയ്യണം. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലുള്ള CCTV ദൃശ്യങ്ങൾ, അല്ലാത്ത ദൃശ്യങ്ങൾ ഇതെല്ലാം പ്രിസർവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. അതിൽ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അത് സംബന്ധിച്ചിട്ടുള്ള വാദം ഡിസംബർ 3 ഇന്ന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം വിശദമായി നടന്നു. CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസംബർ 6 ഹൈക്കോടതിയിൽ വാദം നടക്കാൻ. അപ്പൊ പിന്നെ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് നടന്ന വാദം നൽകുന്ന സൂചനകൾ വളരെ നിർണായകമാണ് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ കേസിൽ പ്രാഥമിക വാദം നടന്ന സമയത്ത് കോടതി ഒരു ചോദ്യം പിന്നെ മഞ്ജുഷയുടെ അഭിഭാഷകനോട് ചോദിച്ചതായി കണ്ടു. ആ ചോദ്യത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പ്രശാന്തന്റെയൊക്കെ കോൾ റെക്കോർഡ്സ് ചോദിച്ചപ്പോൾ അത് അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ലേ എന്ന് കോടതി ചോദിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അബദ്ധമാണ്. കാരണം ഒഫീഷ്യൽ സീക്രസി ആക്ട് പ്രകാരവും സ്വകാര്യതയ്ക്കെതിരായി 2017 ഹൈക്കോടതിയിൽ വന്ന 5 അംഗ ബെഞ്ചിന്റെ വിധി പരിഗണിച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പിന്നെ ഫോൺ കോൾ റെക്കോർഡ്സ് പരിശോധിക്കാം എന്ന് ഈ ഒഫീഷ്യൽ സീക്രസി ആക്ടിന്റെ കാര്യത്തിലും അതല്ലാതെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ചില പ്രത്യേക സാഹചര്യം, ഇപ്പൊ കൊലക്കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉള്ള കേസുകളിൽ ഇതുപോലെ ടെലിഫോൺ കോൾ റെക്കോർഡ്സ് പ്രിസർവ് ചെയ്യാം എന്നുള്ളത് എലിമെന്ററി ആയിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സുപ്രീം കോടതിയുടെ 2017 ജസ്റ്റിസ് കെഹാറിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ ബെഞ്ച് ഈ റൈറ്റ് ടു പ്രൈവസി സംബന്ധിച്ച് അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള വിധിന്യായത്തിൽ ഉൾപ്പെടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ CDRകൾ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇത് സ്വകാര്യതയെ ബാധിക്കുന്നതല്ലേ എന്നുള്ള ജഡ്ജിയുടെ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഇതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കോൾ റെക്കോർഡ്സ് ചോദിക്കുന്നത്. ആ കോൾ റെക്കോർഡ്സ് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ കോൾ റെക്കോർഡ്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ അതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു നടപടി ഇന്നുണ്ടായിട്ടുള്ളത് TV പ്രശാന്തനും കളക്ടർക്കും കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനമാണെന്ന് പറയാൻ കാര്യം എന്താണ്? ഈ 2 പേരെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രതി ചേർത്തിരുന്നില്ല. അവര് ഈ ഒരു വളയത്തിന് പുറത്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ കേസിൽ നിർണായകമായിട്ടുള്ള റോള് അവർക്കുണ്ട്. എന്തുകൊണ്ടാണ്? TV പ്രശാന്തനെ സംബന്ധിച്ചിടത്തോളം TV പ്രശാന്തൻ ആണ് ഇതിനകത്ത് ബിനാമി എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അയാളാണ് കൈക്കൂലി കൊടുത്തത് എന്നുമായി ബന്ധപ്പെട്ട് ആരോപണമുള്ളത്. അയാളാണ് ഈ പെട്രോൾ ബങ്ക് തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്നാൽ പോലും അയാളെ ഇവർ പ്രതി ചേർത്തിരുന്നില്ല. എന്നാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന എന്താണ്? കോടതി അവർക്ക് നോട്ടീസ് അയച്ചു എന്ന് പറയുമ്പോൾ അവരും ഈ കേസിലെ പ്രശാന്തനും ഈ കേസിലെ കക്ഷിയായി എന്നുള്ളത് വരുന്നു. അതോടൊപ്പം തന്നെ കളക്ടറുടെ പങ്ക് സംബന്ധിച്ചും ഒരുപാട് വിവാദങ്ങളുണ്ട്. കളക്ടർക്ക് ഇതിനകത്ത് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്ന് മഞ്ജുഷ ഹൈക്കോടതിയിൽ കൊടുത്ത കേസിലുമുണ്ട്. എന്നാൽ കളക്ടറേയും ഇതിനകത്ത് പ്രതി ചേർത്തിരുന്നില്ല. പക്ഷെ ഫലത്തിൽ ഇന്ന് കളക്ടറും കേസിലെ കക്ഷിയായി മാറിയിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് എടുത്തിരിക്കുന്നത് നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ വിലയിരുത്തിയാൽ തെറ്റില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. 2 ദിവസം കൂടിയേ ഉള്ളൂ ഇനി ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കാൻ. ഡിസംബർ 6 വിശദമായ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ ഹാജരാക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഹൈക്കോടതി. മഞ്ജുഷ, ഈ കേസ് ഇപ്പോൾ SIT നടത്തുന്നത് പ്രഹസനമാണ് എന്നാണ് ഹൈക്കോടതിക്ക് മുൻപാകെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു CBI അന്വേഷണം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. കേസിൽ 9 വിശദമായ വാദം കേൾക്കാനിരിക്കെ ഇപ്പോൾ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ തീർച്ചയായും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരില്ലേ? അല്ല, അത് 100%. കാരണം ഞാനിപ്പോ പറഞ്ഞതുപോലെ ഇവർ 2 പേരും കേസിലെ ഫലത്തിൽ കക്ഷിയായിരിക്കുകയാണ്. എന്നാൽ ഹൈക്കോടതിയുടെ മുന്നിൽ വരുമ്പോഴത്തേക്കും ഹൈക്കോടതിയുടെ മുന്നിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് വളരെ പ്രിഫങ്ക്ടറി, വളരെ ഉദാസീനമായിട്ടാണ്
അവർ അന്വേഷണം നടത്തുന്നത് എന്നുള്ളതിന്റെ 7 കാരണങ്ങൾ മഞ്ജുഷ എണ്ണി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ രൂപീകരണത്തിൽ തന്നെ പ്രൊസീഡിയറൽ ഇറഗുലാരിറ്റി ഉണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സർക്കാർ ഉത്തരവ് പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ ടീമിൽ മുഴുവനുള്ളത്. അത് കണ്ണൂരിലെ പാർട്ടി സംവിധാനത്തിന് വഴിപ്പെട്ട് പ്രവർത്തിക്കുള്ളൂ എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതികൾ വളരെയധികം രാഷ്ട്രീയ സ്വാധീനമുള്ളതായതുകൊണ്ട് അവർക്കെതിരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, ബ്യൂറോക്രസിയിലുള്ളവര് മൊഴി കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. പ്രശാന്തന്റെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചിട്ടില്ല എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട്. കളക്ടർ ഇതിനകത്ത് വളരെ ഡൂബിയസ് ആയിട്ടുള്ള, വളരെ ദുരൂഹമായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വളരെ സവിസ്തരം ഹൈക്കോടതിയുടെ മുന്നിൽ മഞ്ജുഷ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ വിശദമായിട്ടുള്ള വാദം ഹൈക്കോടതിയിൽ നടക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പൊതുവിൽ നമ്മൾ നോക്കിയാൽ മഞ്ജുഷ നിയമപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ പ്രതികളിലേക്ക് കൂടുതൽ എത്തിച്ചേരാനുള്ള ഒരു വഴി കൂടുതൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം ഓരോ ദിവസവും അവരെടുക്കുന്ന നടപടികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ അങ്ങ് ശ്രദ്ധിച്ചു കാണും, ഒരു കള്ളനെ പിടിച്ച കഥ. കണ്ണൂർ സ്ക്വാഡ്, കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. 50ഓളം അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇരുവശത്തും അണിനിരത്തുന്നു. കണ്ണൂരിൽ വളപട്ടണത്തുള്ള അഷ്റഫ് എന്ന ഒരാളുടെ വീട്ടിൽ, തൊട്ടടുത്ത വീട്ടിലെ ഒരു കള്ളൻ കയറുന്നു. 300 പവൻ സ്വർണവും 1,27,00,000 രൂപയും മോഷ്ടിച്ചെടുക്കുന്നു. അതിവിദഗ്ധമായി കള്ളനെ പിടിച്ച കഥ ഇന്നലെ പോലീസ് മാധ്യമങ്ങളോട് വിവരിച്ചു. 55ഓളം CCTVകൾ പരിശോധിച്ചു. 250-ലേറെ പേരെ ചോദ്യം ചെയ്തു. നിരവധി ആളുകളുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ വീടുകളിലെ മോഷണം കണ്ണൂർ സ്ക്വാഡ് പൊക്കിയത് ഇങ്ങനെയാണ്. സമാനതകളില്ലാത്ത അന്വേഷണ മികവാണ് പോലീസ് അവിടെ നടത്തിയത് എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് പോലീസിന്റെ മികവ് അവർ ഉയർത്തിക്കാട്ടുകയും മറുവശത്ത് ഇത്തരം CCTVകളിലേക്കോ ഫോൺ രേഖകളിലേക്കോ ഒന്നും പോവാത്ത അന്വേഷണം, ഇത് വൈരുദ്ധ്യമല്ലേ? ഇത് മഞ്ജുഷ ചൂണ്ടിക്കാണിച്ചു എന്നാണ് എന്നോട് ആരോ പറഞ്ഞത്. ഇത്രയും സങ്കീർണമായി അന്വേഷിക്കുന്ന ഈ ഒരു സംവിധാനത്തിന് തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്നവർ ചോദിച്ചു എന്നാരോ പറയുന്നത്. സോമിന, നമ്മളിത് ഇവിടെ മാത്രമല്ലല്ലോ തെളിയിച്ചത്. ഇത് 2012 നടന്ന TP ചന്ദ്രശേഖരൻ വധക്കേസ് ഈ പോലീസ് സേന തന്നെ എത്ര സാഹസികമായിട്ടാണ് തെളിയിച്ചതെന്ന് നമ്മൾ കണ്ടതല്ലേ. 2012 ആ കൊലപാതകം നടന്നു. അത് റെക്കോർഡ് സ്പീഡിൽ, എവിടെ, മുടക്കോഴി മലയിൽ മുതൽ മുംബൈ വരെ പോയി ആ ടീം അത് പിടിച്ചു. അത് പിടിച്ച് കൃത്യസമയത്ത് അതിന്റെ ചാർജ് ഷീറ്റ് കൊടുത്ത് 2014 പിന്നെ കോഴിക്കോട് പ്രത്യേക കോടതിയിൽ നിന്ന് അതിന്റെ വിധി വരെ വന്നത് നമ്മൾ കണ്ടതാണ്. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് സേനയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ അവർ കുറ്റങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അത് TP ചന്ദ്രശേഖരൻ വധക്കേസിലായിക്കോട്ടെ, ഇപ്പോഴത്തെ ഈ കൊള്ള കണ്ടുപിടിച്ച കാര്യത്തിലായിക്കോട്ടെ, ഇതെല്ലാം ചെയ്യാൻ അവർ സദാ സന്നദ്ധരാണ് പോലീസ് സേന. ആ പോലീസ് സേനയെ രാഷ്ട്രീയ നേതൃത്വം മൂക്കുകയറിടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ സംഭവം. ഇപ്പൊ ഇന്നെനിക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കേസ് അന്വേഷിക്കുന്ന പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്, നവീൻ ബാബുവിന്റെ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ CPM-ന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്. ഇത് കൊലപാതകമാണെന്നുള്ള സംബന്ധിച്ചിട്ട് ഒരുപാട് തെളിവുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ടിക്കാര് തന്നെ ഇത് കൃത്യമായി കൈകാര്യം ചെയ്തേക്കണം എന്ന് ഈ പോലീസുകാരനോട് പറയുകയും ഈ പോലീസുകാരൻ ഒരു ടീമുമായി അവിടെ എത്തുകയും അവിടെ പൊതുപ്രവർത്തകരെ ഉൾപ്പെടെ, അവിടുത്തെ ഒരു കോൺഗ്രസിന്റെ കൗൺസിലർ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ പോലും അവിടെ കയറ്റാതിരുന്നു. ഈ മരണം നടന്ന സ്ഥലത്ത് ചെന്ന വഴി തന്നെ ഗേറ്റ് അടച്ചു. എന്നിട്ട് പോലീസുകാർ അവിടെ കയറി ആ മൊഴി മുഴുവൻ ക്ലീനാക്കി വൃത്തിയാക്കി പിന്നെ ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ എടുത്തു മാറ്റി. ആത്മഹത്യയാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, ആത്മഹത്യാ കുറിപ്പ് ആത്മഹത്യ ആണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ആത്മഹത്യാ കുറിപ്പ് ഉണ്ടാകാതിരിക്കാൻ ഒരു സാധ്യതയില്ല എന്ന്
മഞ്ജുഷ പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യാണ്. ആത്മഹത്യ ആണെങ്കിൽ അപ്പം അതുപോലെ തന്നെ പൊതുപ്രവർത്തകരൊക്കെ പിന്നീട് അവിടെ കയറി ചെല്ലുമ്പോഴത്തേക്കും ഈ ഡെഡ് ബോഡി എടുത്ത് താഴെ കിടത്തിയിരിക്കുകയായിരുന്നു. മനസ്സിലായി? അതെല്ലാം ചെയ്തത് പോലീസിന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ കാര്യത്തിൽ അനുവദിച്ചില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ ഈ കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുള്ളത്. റെക്കോർഡ് വേഗതയിൽ കണ്ടുപിടിച്ചു. അതേ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിനകത്തുള്ളത്. അവിടെ കാര്യക്ഷമമായി പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉദാസീനമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇപ്പൊ CPM-ന്റെ ഇടപെടലാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? എന്ന് മാത്രമല്ല, മുൻകൂർ ജാമ്യം നിഷേധിച്ച സമയത്ത് തലശ്ശേരി ചീഫ് ജസ്റ്റിസ് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞെന്താണ്? ഇവർ രാഷ്ട്രീയ സ്വാധീനമുള്ള സ്ത്രീയാണ്, ഇവർക്ക് മുൻകൂർ ജാമ്യം കൊടുത്താൽ അത് സമൂഹത്തിന് തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കും എന്ന് പറഞ്ഞ അതേ ന്യായാധിപൻ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആരോഗ്യവും പ്രശ്നവുമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യം മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കാൻ പറഞ്ഞ അതേ വിധിന്യായത്തിലെ അതേ വാചകങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരുടെ കയ്യും കാലും കെട്ടി കൂച്ചുവലം കിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ് CPM-കാർ. അതുകൊണ്ടാണ് ഇത് അന്വേഷിച്ച് എവിടെയും എത്തിക്കാത്തതെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? നിയമപരമായ വലിയ കുരുക്കിലേക്ക് തന്നെ പ്രതികൾ ചെന്നെത്തും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമില്ല. അങ്ങനെയെങ്കിൽ ഒരു CBI അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ ചെന്നെത്തില്ലേ? സോമൻ, ഇത് ഞാൻ എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഏറ്റവും ആഴത്തിൽ പരിശോധിച്ച പലരിൽ ഒരാൾ ഞാനായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെ ഈ പോലീസ് സംഘം മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുമ്പോൾ ഈ കള്ളനെ പിടിച്ച കാര്യം പറഞ്ഞ, പക്ഷെ അവർ ഈ മൊബൈൽ റെക്കോർഡുകൾ, ഡിജിറ്റൽ തെളിവുകൾ, അതിന്റെ കാര്യത്തിൽ പറഞ്ഞത് ആ ഗോൾഡൻ അവേഴ്സ് അതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. ഇത് ഇവിടെ ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന്റെ ഗോൾഡൻ അവേഴ്സ് ഒക്കെ കടന്നു പോവുകയല്ലേ? അല്ല, അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അവിടെ ഗോൾഡൻ അവേഴ്സിനെ കുറിച്ചിട്ട് പറയുക, ഇവിടെ ഗോൾഡൻ അവേഴ്സ് മുഴുവൻ പോലീസിനെ നഷ്ടപ്പെടുത്തുക. ഇതാണ് ഇതിനകത്തൊരു ഹിപ്പോക്രസി എന്ന് പറയുന്നത്. അവിടെ ആ സമയത്ത് ചെല്ലുന്നു. ഇപ്പൊ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ആ സമയത്ത് ചെന്ന് ആ കുറ്റകൃത്യം കണ്ടുപിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പല നടപടികളുണ്ട്. ആ നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. അത് നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ചെയ്യാതിരുന്ന പോലീസ് ഈ കളവിന്റെ കാര്യത്തിൽ അത് ചെയ്യുന്നു. ഇത് നിയമപരമായി ഈ CBI അന്വേഷണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം, പൊതുപ്രവർത്തനം എന്നുള്ളതിനേക്കാൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിശദമായി പരിശോധിച്ച ഒരാൾ ഞാനായിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം. കാരണം ഇതിന്റെ മുൻകൂർ ജാമ്യം കൊടുത്ത വിധിന്യായം ഞാൻ പരിശോധിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. മുൻകൂർ ജാമ്യം നിഷേധിച്ചത് വിധിന്യായം സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഇവർ നവംബർ 16-ന് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് കൊടുത്ത ആ സത്യവാങ്മൂലം അത് സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇവര് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത വിധിന്യായം സംബന്ധിച്ച് 5 വീഡിയോ ഞാൻ ചെയ്തു. അപ്പൊ ഈ വീഡിയോകളെല്ലാം പരിശോധിച്ച് നോക്കും. അല്ല, ഈ രേഖകൾ, ഈ കോടതിയിൽ കൊടുത്ത ഹർജികൾ, കോടതിയുടെ വിധിന്യായം, ഇതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ CBI അന്വേഷണത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൂപ്പ് ഹോൾസ് പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള ഒരു നിയമ നടപടിയിലാണ് ഇപ്പോൾ മഞ്ജുഷ ഇടപെട്ടുള്ളത്. എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മഞ്ജുഷ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആർജവത്തെക്കുറിച്ചും അവരുടെ ഇച്ഛാശക്തിയെ കുറിച്ചിട്ടുമാണ്. അവർ പൊതുവേ നമ്മളെ കാണുമ്പോൾ അവരുടെ ശരീരഭാഷ എന്ന് പറഞ്ഞാൽ വളരെ സാധു സ്ത്രീയുള്ളതാണ്. പക്ഷെ അവർ ഇത്രയും ശക്തമായ എതിർപ്പ് പാർട്ടിയിൽ നിന്നും, ഇത്രയും ശക്തമായ എതിർപ്പ് ഗവൺമെന്റിൽ നിന്നും, ഇത്രയും ശക്തമായ എതിർപ്പ് SIT-യിൽ നിന്നും, ഇത്രയും വലിയ നിസ്സഹകരണം ഈ സാക്ഷികളിൽ നിന്നൊക്കെ ഉണ്ടായിട്ട് പോലും ആ വനിത കാണിച്ചിരിക്കുന്ന ആർജവവും ഇച്ഛാശക്തിയും അത് ശരിക്കും അനുകരണീയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.